ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ഒരു അക്ഷയ കേന്ദ്രത്തിലും പോകാതെ ആരുടെയും കാലൊന്നും പിടിക്കാതെ തന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ബൈക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ നിങ്ങൾ ഇൻഷുറൻസ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അതും വളരെ തുച്ഛമായ എമൗണ്ടിൽ എത്രത്തോളം ലോ ആയിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടോ, അപ്പോൾ അതൊക്കെ എങ്ങനെ സെലക്ട് ചെയ്ത് അടക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് വേറെ ആപ്ലിക്കേഷനിലോട്ടൊന്നും പോകണ്ട. സോ നമ്മൾ കറൻ്റ്ലി ചിലപ്പോൾ നമ്മുടെ എല്ലാവരുടെ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഫോൺ പേ. ഇന്നത്തെ വീഡിയോയിൽ ഫോൺ പേ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതും വളരെ തുച്ഛമായ വിലയിലുള്ള, അതായത് ലോ ആയിട്ടുള്ള ഇൻഷുറൻസ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഡീറ്റെയിൽ ആയ വീഡിയോ. നമ്മൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിരിക്കണം. സോ ഇതുപോലെ ഉപകാരമുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോയ്ക്ക് ജസ്റ്റ് ലൈക്ക് കൂടി ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാ ID നൽകുന്നുണ്ട്, മെസ്സേജ് ചെയ്യുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഇനി നിങ്ങളുടെ മൊബൈലിലെ ഫോൺ പേ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡയറക്റ്റ് ലിങ്ക് നൽകുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ. നിങ്ങളെ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് സൈനപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇവിടെ നിങ്ങൾക്കൊരു ബൈക്കിൻ്റെ, അതായത് ഞാനിപ്പം ഇവിടെ ബൈക്കിൻ്റെ ഇൻഷുറൻസ് പേ ചെയ്യുന്ന ഒരു സെക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ബൈക്കിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്ക് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വെഹിക്കിൾ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡുമായിട്ട്, അതായത് നിങ്ങളുടെ ഏത് മോഡലാണ് നിങ്ങളുടെ വാഹനം, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഞാൻ അത് കൊടുത്തു. അപ്പം എൻ്റെ വെഹിക്കിൾ നമ്പർ കൊടുത്ത സമയത്ത് തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഏത് മോഡൽ വാഹനമാണ് യൂസ് ചെയ്യുന്നത്, അതിൽ തന്നെ ഏത് ഇയർ രജിസ്ട്രേഡ് ആണ് വണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ പിന്നെ 90 ദിവസത്തിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ഇൻഷുറൻസ് എക്സ്പയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം വ്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ ഇൻഷുറൻസ് പോളിസികളുണ്ടോ അത് ജസ്റ്റ് നമുക്ക് ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ട്, അതുപോലെ തന്നെ കംപ്രഹെൻസീവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 സെക്ഷനാണ്. സോ തേർഡ് പാർട്ടി നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് തേർഡ് പാർട്ടിയാണ്. അത് ഫ്രണ്ട് മുകളിൽ വന്നിട്ടുള്ള തേർഡ് പാർട്ടി ഓപ്ഷൻസ് ആണ്. സോ ആ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ സെലക്ട് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, അതിന് നിങ്ങൾ കംപ്രഹെൻസീവിലേക്ക് സ്വിച്ച് ചെയ്യുക. സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഇൻഷുറൻസ് പോളിസിയാണുള്ളത് നിങ്ങൾ കാണാൻ പറ്റും. അതും നിങ്ങൾക്ക് എത്ര ലോ ബഡ്ജറ്റ് വരുന്നത് ഇൻഷുറൻസ് പോളിസി എത്രയാണെന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ പിന്നെയുള്ളത് നിങ്ങളുടെ ഡ്യൂറേഷനാണ്. ഡ്യൂറേഷൻ അതായത് എത്രയാണോ എത്ര വർഷത്തേക്കാണോ നിങ്ങൾ ഇവിടുന്ന് EMI ഇൻഷുറൻസ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 3 വർഷത്തേക്ക് വരെ നമുക്ക് ഈ ഇൻഷുറൻസ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഒരു EMI പ്ലാൻസ് ആണ്. അപ്പം ആ ഒരു പ്ലാൻ ഏതാണോ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളെ പ്രീവിയസ് പോളിസി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മുടെ ഇൻഷുറൻസ് എക്സ്പയറി ഡേറ്റ് ആണ് ആദ്യത്തേത്. പിന്നെ നിങ്ങളെ പ്രീവിയസ് ഇൻഷുറൻസ് നെയിം, ഇൻഷുറർ. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് നമ്മളെ ഏത് ഇൻഷുററാണോ അപ്പോൾ അവരുടെ ആ ഒരു കമ്പനിയുടെ നെയിമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇവിടെ ആയിട്ട് നിങ്ങളുടെ നോ ക്ലെയിം ബോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 50% ആണെങ്കിൽ അത് ജസ്റ്റ് അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ പ്രീവിയസ് ആയിട്ട് എത്രയാണോ ബോൺസ് ഉണ്ടായിരുന്നത് അത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പ്രീവിയസ് ഇൻഷുറർ അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ താഴെ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് ഇൻഷുറൻസിൻ്റെ ആ ഒരു നെയിം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷന്. സോ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കയറുക, നേരെ നിങ്ങളുടെ വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം സെർച്ച് വെഹിക്കിൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. സോ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ ഫോൺ പേ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളെ ഇൻഷുററിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മളെ പ്രീവിയസ് ഇൻഷുറർ ആണോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്രീവിയസ് പോളിസി നമ്പറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ജസ്റ്റ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴത്ത് കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജായിരിക്കും ഇവിടെ വരുന്നത്.
ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഒക്കെ കറക്റ്റല്ലേ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം താഴത്ത് നിങ്ങൾക്ക് എമൗണ്ട് കാണാൻ സാധിക്കും. നമ്മൾ 962 രൂപയാണ്, GST ഉൾപ്പെടെയാണ് ഈ 962 രൂപ വരുന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഗോട്ടിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പേയ്മെൻറ്റാണ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഓക്കെ, അപ്പോൾ എത്രയാണോ 714 രൂപയുടെ ഒരു പ്ലാനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ GST ഒക്കെ ഉൾപ്പെട്ട് വരുന്ന സമയത്ത് ഏകദേശം 962 രൂപയാണ് വരുന്നുള്ളത്. അത് ബൈ പ്ലാൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ പ്ലാൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അതിനുശേഷം നമ്മൾ ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്തതിനു ശേഷം UPI പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പ്ലാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തെടുക്കുക. ഓക്കെ, സോ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇനിയും ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് നമ്മളിപ്പം പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ ഓക്കെ, അപ്പോൾ കുറച്ച് സ്റ്റെപ്സും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഫോൺ പേയുടെ KYC അല്ല, ഇതിലേക്ക് നമ്മളൊരു കസ്റ്റമർ ആയതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ഇതിൻ്റെ ഓണർ ആണ്. അപ്പോൾ ഓണർ തന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കണം എന്നുള്ളൊരു പോളിസി ഉണ്ട്. സോ ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് KYC എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓണറിൻ്റെ പാൻ കാർഡ് നമ്പർ, അതായത് ആ ഒരു വെഹിക്കിളിൻ്റെ ഓണർ ആരാണോ അവരുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കുക. അതിനുശേഷം ആധാർ കാർഡ് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം അടുത്ത ഒരു ഓപ്ഷനാണ് നമ്മൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ID. ഇതിൽ 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ ആധാർ കാർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം താഴത്ത് കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്ക് സൈഡും നിങ്ങളൊന്ന് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗാലറി ചോദിക്കുന്നതായിരിക്കും, ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. സോ അവിടെ നിന്ന് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ആധാർ കാർഡിൻ്റെ ഫോട്ടോ നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ക്രോപ്പൊക്കെ ചെയ്തിട്ട് ഒന്ന് കറക്റ്റാക്കി ശേഷം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ, അതുപോലെ തന്നെ ബാക്ക് സൈഡും നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും. അതായത് ഈ ഒരു ആധാർ കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ താഴത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം താഴത്ത് കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇതിൽ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ സെൽഫി ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഓണർ എന്നല്ലേ ഇത് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സെൽഫി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫോട്ടോ നല്ല ക്ലിയറിൽ നല്ല ക്വാളിറ്റിയിൽ എടുക്കുക. അതിനുശേഷം അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങളുടെ സെൽഫിയും ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഓണർ തന്നെ ഇത് ചെയ്യേണ്ടി വരും. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാത്തൊരു വ്യക്തികളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫെയിൽഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ KYC ഡീറ്റെയിൽസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതിനുശേഷം താഴത്ത് കാണുന്ന സബ്മിറ്റ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇപ്പോൾ KYC വെരിഫിക്കേഷൻ ഇൻ പ്രോഗ്രസ്സിലേക്കാണ്. ഇനി അവിടെ നമ്മുടെ KYC നമ്മൾ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടുന്നതായിരിക്കും. ആക്റ്റീവായിട്ട് കിട്ടാൻ 2 ദിവസം പിടിക്കും. സോ നമ്മൾ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ ഇൻഷുറൻസ് ആക്റ്റീവായി വരിക. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ KYC ഇവിടെ ഫെയിൽഡായി പോയി എന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാഷ് ആ സ്പോട്ടിൽ തന്നെ ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ റീഫണ്ടായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ റീഫണ്ടായി വരുന്നതായിരിക്കും. സോ ഇവർ പറയുന്നത് 24 ഹവേഴ്സിൻ്റെ ഉള്ളിലാണ് വരിക എന്നാണ്. സോ നമുക്കൊരു 1 മണിക്കൂർ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു ക്യാഷ് റീഫണ്ടായിട്ട് അവർ അയച്ചു തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫോൺ പേ ആപ്ലിക്കേഷൻ വഴി ഈ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന രീതി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇമെയിലോട്ടും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഫോൺ പേയുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ഇമെയിലൊക്കെ അവർ അയക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പം ബൈക്ക് ഇൻഷുറൻസിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പം ചെയ്തു വെച്ചിട്ടുള്ള ഒന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും സിമ്പിളായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇത് എടുക്കാവുന്നതാണ്. നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. സോ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.